ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു ഫാമിലി ട്രിപ്പ് പോകണമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി. ബട്ട് പല ആൾക്കാരും പല വഴിക്കാണ്. മാസ്റ്ററിന് OC ഇഷ്യൂ ഉണ്ട്, സുലു ആണെങ്കിൽ OC ജോബ്, നന്ദുകുട്ടിന് ഫോൺ അടിച്ചു പോയി, പ്രണവിനാണെങ്കിൽ എക്സാം, അങ്ങനെ പലരും പല വഴിക്കാം. അന്ന് തമിഴ്നാട്ടിൽ നിന്ന് യൂട്യൂബർ വന്നൊരു 3G ആയി പോയ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നല്ലോ, അത് റീക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് പുള്ളിയെ ഞാനാണെങ്കിൽ ഒന്നും കൂടി NGRPയിലോട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്ക് ചെറിയ OC ഇഷ്യൂസ് ഉണ്ട്, ഹോസ്പിറ്റൽ ബേസ്ഡ്, അതുകൊണ്ട് ആ RP നടക്കത്തില്ല. എന്നാലും ജസ്റ്റ് ട്രിപ്പിന് പോകാൻ വെച്ചേക്കുന്ന കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലങ്ങളൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു വീഡിയോയിൽ. ബട്ട് എന്ത് ചെയ്തിട്ടൊരു തൃപ്തി ആവുന്നില്ല. അതുകൊണ്ട് വലിയ പ്ലാനൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് IG കാണുന്ന കുറച്ച് പേരെയും കൂട്ടിയിട്ട് 2-3 എൻ്റെ കമ്പനിക്കാരെയും കൂട്ടിയിട്ട് ട്രിപ്പ് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഒന്നും നോക്കിയില്ല, നമ്മുടെ IGയിലെ ടൂറിസം കിങ് രാധയെ അങ്ങോട്ട് ഇറക്കി. ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരു 2 ബസ് HPയുടെ ഫ്രണ്ടിൽ കൊണ്ടുപോകാൻ കേട്ടു. ഒരു ബസ് നമ്മുടെ സുലുവിൻ്റെ ആയിരുന്നു, പക്ഷേ OC ഇഷ്യൂ ഉള്ളതുകൊണ്ട് അവന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി പോകേണ്ടി വന്നു. കീ തന്നായിരുന്നു, പക്ഷെ ബഗ്ഗൊക്കെ അടിച്ചിട്ട് ആ ബസ്സും ഡിസ്പോൺ ആയിപ്പോയി. ആ ട്രിപ്പ് പോകാൻ വേണ്ടി റെഡി ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്തിൽ ഒരു 50% സ്ഥലങ്ങളും ചെല്ലപ്പൻ സാറിൻ്റെ ഒരു ഐഡിയ ആണ്, ഇങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ. ആ പുള്ളിയാണ് എനിക്ക് പറഞ്ഞു തന്നത്. ആൻഡ് ബാക്കി ഒരു 50% സ്ഥലങ്ങളും ഞാനും കൂടി ആഡാക്കിയിട്ടാണ് ഒരു വലിയ വീഡിയോ റെഡിയാക്കിയേക്കുന്നത്. ഈ സ്ഥലങ്ങളെല്ലാം കണക്റ്റ് ആവുന്ന രീതിയിൽ ഒരു പ്ലാൻ ഉണ്ടാക്കി അതിനൊരു സ്റ്റോറി മേക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടിയിലോട്ട് ഇറങ്ങുന്നത്. HPയിൽ നിന്ന് നമ്മൾ ആൾക്കാരെ കളക്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യത്തെ സ്പോട്ട് എന്ന് പറയാനായിട്ട് പോയത് ബിഗ് ബിയുടെ RIP സ്ഥലത്തോട്ടാണ് നമ്മൾ പോയത്. ലൈക്ക് ശ്മശാനം പോലെ. അവിടെ വെച്ച് നമ്മൾ ഈ ട്രിപ്പിനെ പറ്റിയൊക്കെ കാര്യമായിട്ടൊരു ഗൗരവം എല്ലാവർക്കും കൊടുത്ത് ഒരു അവയർനെസ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ആ ട്രിപ്പ് അവിടെ നിന്ന് സ്റ്റാർട്ട് ആക്കുന്നത്. ജസ്റ്റ് ശരിക്കും എങ്ങനെയാണ് ട്രിപ്പ് പോകുന്നത് അതേപോലെ ഒരു വൈബ് ഉണ്ടാക്കിയിട്ടാണ് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഒക്കെ റെഡിയാക്കിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ആകുന്ന ട്രിപ്പ്. ആൻഡ് പ്രാർത്ഥനയുടെ ഫലം കുറച്ച് കൂടി പോകേണ്ടതാണെന്ന് അറിയത്തില്ല. അവിടെ നിന്ന് എനിക്ക് ഫുഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇഞ്ചുറി ആയിട്ട് ഫസ്റ്റ് ഒന്ന് വീണായിരുന്നു. അങ്ങനെ നല്ലൊരു തുടക്കം ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ആക്കുന്നത്. ആൻഡ് ഈ ട്രിപ്പിൽ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം ഇവിടെ വേണ്ട. ഈ ഷോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഗുഡ് നൈറ്റ്. കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ പ്രോബ്ലംസ് ആയിരുന്നു. പക്ഷേ പരസ്പരം ആരെയും പരിചയം ഇല്ലെന്നാണെങ്കിലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നു. ഫുള്ള് സപ്പോർട്ടായിരുന്നു. കാര്യം അങ്ങനെ ഒരു വൈബായിരുന്നു. ആൻഡ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന ലൊക്കേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ LS എയർപോർട്ടാണ്. പണ്ട് എയർപോർട്ടിൽ അങ്ങനെ എയറോപ്ലെയിനോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ചുമ്മാ വെച്ചേക്കുവാണെങ്കിലും ഇപ്പോൾ ഒരു പ്ലെയിനൊക്കെ സ്പോൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അഡ്മിൻസ്. അതൊരു സിറ്റുവേഷൻ്റെ ഭാഗമായിട്ട് വെച്ചാണ്, പിന്നെ അവിടെ തന്നെ ആയി. അതൊരു നല്ലൊരു സംഭവം ആയതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. ആൻഡ് ഈ ഒരു സംഭവം പലർക്കും അറിയത്തില്ല. ആൻഡ് ഈ ഒരു വീഡിയോ വഴി എല്ലാവരും അറിയട്ടെ. പിന്നൊരു കാര്യം, ഞാൻ IGയിൽ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മൈക്ക് ഓൺ ആയതുകൊണ്ട് തന്നെ സ്ക്രീൻ റെക്കോർഡിൽ എൻ്റെ മൈക്കിൽ ഞാൻ പറയുന്നത് എന്താണോ അതൊന്നും വീഡിയോയിൽ റെക്കോർഡ് ആവത്തില്ല. അതുകൊണ്ട് അതൊരു വലിയ മൈനസ് പോയിന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോയിൽ. ഈ ഒരു സമയം എല്ലാവർക്കും നല്ല രീതിക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ട്രിപ്പിനെ പറ്റി. ആൻഡ് നമ്മളവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. എല്ലാവരും ചിന്തിച്ചിതറി പോകുമായിരുന്നെങ്കിലും നമ്മൾ ബസ്സിൻ്റെ ടൈം ആകുമ്പോൾ അങ്ങോട്ട് വരണമെന്ന് പറയും. ആ സമയത്ത് എല്ലാവരും കൂട്ടം കൂടി അങ്ങോട്ട് വരും. നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു അതൊക്കെ. ദെൻ അവിടെ ഉള്ള മെയിനായിട്ടുള്ള മറ്റേ പ്ലെയിനും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ ഒരു തരത്തിൽ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നൈസായിട്ട് അടുത്ത ബാസ്കറ്റ് ബോൾ സ്പോട്ടിലോട്ടാണ് പോകുന്നത്. പോരാത്തിന് വേറെയും കുറച്ച് ആൾക്കാർ ട്രിപ്പിലോട്ട് ജോയിൻ ആവാനുണ്ട്. സോ അതുകൊണ്ട് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ നൈസായിട്ട് അങ്ങോട്ട് പോയി. And they come with dark wheels, ain't never backing down from the matter. I'm sticking to plan, settling for nothing less than a historic victory. Just dancing me to lose my grip and let things be my destiny. Just testing me, I've got so much more left in me. Yo, I'ma keep pushing. Impossible is the word I murder through this mission. Yeah, I'm willing, serving heaven, I'm relenting, putting in the work 24/7 in the phone, winning at the open, ready to shine. I'm a fire horse, she's a better watch out. It's a hot rock, you ain't never gonna see me block out. ഈ സ്പോട്ട് എത്തുന്നതിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ബാസ്കറ്റ് ബോൾ ഉണ്ട്, അത് നമുക്ക് എടുക്കാൻ പറ്റും, ലൈക്ക് ഒരു ടോയിനെ പോലെ. അതൊരു സ്പെഷ്യാലിറ്റി ആണ് ഈ ഒരു വേൾഡിനകത്ത്. സോ അതാണ് 3ാമത്തെ ഒരു സ്പോട്ടായിട്ട് ഇത് കണക്കാക്കിയേക്കുന്നത്. ഇതിന് ഇങ്ങനൊരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യാണെങ്കിൽ ഓൾറെഡി ഈ ഒരു ട്രിപ്പിൻ്റെ ഒരു മാനേജിങ് ഡയറക്ടറാണല്ലോ. സോ അവൻ്റെ ഭാഗത്ത് ഒരു സ്റ്റോറിയും കൂടെ. ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഈ നമ്മുടെ ഈ സിറ്റിയിൽ, ഈ ലോസ് ആൻഡോസിൽ ഏറ്റവും ഫേമസ് ആയ ആൾക്കാരില്ലേ ബാസ്കറ്റ് ബോളിലൊക്കെ, അവർ ഫസ്റ്റ് വന്ന് പ്രാക്ടീസ് ചെയ്ത സ്ഥലമാണ് ഇത്. അവരുടെ ബോളാണ്. അപ്പോൾ ഭാഗ്യം കിട്ടിയതിൽ നല്ല ഭാഗ്യമുണ്ട്. ഇതിപ്പോൾ വിറ്റാൽ നമുക്ക് കോടിക്കണക്കിന് പൈസ. മനസ്സിലായോ? ദെൻ കുറച്ച് നേരം അങ്ങനെ ടൈം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പോയത് ക്രാക്ക്ഡ് വാൾ കാണാനാണ്. സോ അവിടെ തൊട്ടടുത്തായിട്ടുള്ള അടുത്തൊരു സ്പോട്ടാണ് ക്രാക്ക്ഡ് വാൾ. ജസ്റ്റ് വണ്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് ഇരിക്കുമ്പോൾ ആ വാളാണെങ്കിൽ പൊട്ടി വീഴും.
ഇനി ഇവിടെ സൂസൈഡ് ചെയ്യേണ്ടവർക്ക് ഇവിടെ ഒറ്റ ചാട്ടം. ആൻഡ് ഇതിനെപ്പറ്റി രാജയുടെ കുറച്ച് വർണ്ണനകളും. ഇതിനെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പണ്ടൊരു വൃത്തികെട്ട പോലീസുകാരനുണ്ടായിരുന്നു. ആ പോലീസുകാരനെ ഫയർഫോഴ്സ് വെച്ച് ഇടിച്ചിട്ട് അൾട്രാടെക് ആയിരുന്നു. ഇത് കുന്നംകുളം സിമെന്റ് ആയിരുന്നു. അത് കാരണം ആ ഭാഗം മാത്രം പൊട്ടിയത്. പക്ഷെ ആ പൊട്ടിയ കാരണം എന്താ, പോലീസുകാരൻ തട്ടി ഫയർഫോഴ്സിന്റെ ട്രക്കാണ്ട് അങ്ങനത്തെ തട്ടി. എന്തൊക്കെ കഥകളാല്ലേ. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ജോണീനെ ഒന്ന് പിള്ളേർക്ക് മിസ് ചെയ്തായിരുന്നു. ബട്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള മിക്സറും ബിയറൊക്കെ വാങ്ങാനായിട്ട് അവൻ പഠിപ്പിച്ച് വെച്ചാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ആവുന്ന ഈ ഒരു ട്രിപ്പിനകത്ത്. എനക്കുണ്ട് നമ്മളങ്ങനത്തെ ആളല്ല. അടാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വണ്ടിക്കകത്ത് കുറച്ച് മിക്സറുണ്ട്. വണ്ടിക്കകത്ത് ഒരു 2 മാസം പഴക്കമുള്ള മിക്സറുണ്ട്. കഴിക്കേണ്ടവർക്ക് കഴിച്ച് ചാലഞ്ച് ചെയ്തിട്ടാ. അത് കഴിച്ചാൽ ഒരു 500 രൂപ. ആൻഡ് ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഒരു വണ്ടർല വൈബ് കൊടുക്കാനായിട്ട് ഡ്രൈവറായ എൻ്റെ വക കുറച്ച് കുസൃതികൾ. എന്റെ ബോൾ ഓട്ടാ ഞാൻ ഫുള്ള് കാറ്റില്ല. ഇനി പറയാനുള്ളത് എൻ്റെ വീഡിയോ കാണുന്നവരോടാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലം ഏതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതിനൊരു സ്റ്റോറിയും ഉണ്ട്. ആ സ്റ്റോറി ഇതാണ്: പണ്ട് കാലത്ത് ഒരു അമ്മൂമ്മ ജീവിച്ചിരുന്നു ഈ ഒരു സ്ഥലത്ത്. സോ ആ അമ്മൂമ്മയ്ക്കൊരു കൊച്ചുമോൻ ഉണ്ടായിരുന്നു. ഒരു 18-19 വയസ്സായപ്പോഴേക്കും ഈ കൊച്ചുമോനാണെങ്കിൽ തൊട്ടടുത്തുള്ള പുഴയെ ചാടി മരിച്ചു, കാണാനില്ല. അങ്ങനെ കുറേ കഴിഞ്ഞ് ഈ അമ്മൂമ്മ ആ കൊച്ചുമോന് വേണ്ടി കാത്തിരുന്ന് ലാസ്റ്റ് ആ അമ്മൂമ്മയ്ക്ക് വട്ടായിട്ട് ആ അമ്മൂമ്മ വെള്ളത്തിലോട്ട് എടുത്ത് ചാടി അങ്ങനെ മരിച്ചു. അങ്ങനെ നാട്ടുകാർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടാണ് മരിച്ചത്. ലാസ്റ്റ് എന്താ ഇതിൻ്റെ ഒരു മിസ്റ്റീരിയസ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അമ്മൂമ്മ ചാടുന്നതിന് മുന്നേ അവിടോട്ട് സഞ്ചരിക്കാൻ യൂസ് ചെയ്ത വീൽ ചെയർ ഇപ്പോഴും ആ ഒരു സ്പോട്ടിലുണ്ട്. അത് മാത്രമല്ല, ഈ അമ്മൂമ്മ മരിച്ച എല്ലാ വർഷവും ആ ഒരു ടൈം ആകുമ്പോൾ ഈ ഒരു പ്രദേശത്ത് നിന്ന് ആരൊക്കെയോ അലറുന്ന പോലെയും ഈ ഒരു വെള്ളത്തിലോട്ടെടുത്ത് ആരോ ചാടുന്ന പോലെയും ഫീൽ ആവാറുണ്ടെന്നാണ് ഇവിടുത്തെ ഒരു കെട്ടുകഥ. വേണേൽ മിത്ത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ദ മിത്ത് വാസ് റൈറ്റ് എന്ന് തെളിയിക്കാനായിട്ടൊരു സംഭവം ഇതിൻ്റെയൊക്കെ മേളിലായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അങ്ങോട്ടാണ് പോയത്. അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളായിട്ട് തന്നെ കണ്ടു. അത് വേറൊന്നുമല്ല, ആ ഒരു ഗ്രാനീനെ ഈ ഒരു ചർച്ചിലാണ് അടക്കം ചെയ്തു വെച്ചേക്കുന്നത്. അതോ ഇവിടെ ആയിട്ട് തന്നെയാണ്. ബട്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അടക്കം ചെയ്ത കല്ലറയാണെങ്കിൽ പകുതി നിലയ്ക്ക് തുറന്ന രീതിക്കാണ് ഇതിനകത്ത് കാണിക്കുന്നത്. സോ അതൊരു വലിയ മിസ്റ്റീരിയസ് ആയിട്ടാണ്. ഇതിനിടയ്ക്ക് ജോണി നമ്മുടെ ട്രിപ്പിനകത്തോട്ട് എൻട്രി ചെയ്തായിരുന്നു. ഇതൊക്കെ കണ്ട് പേടിച്ച് വരണ്ടിരിക്കുന്ന യുവന്മാരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചില്ലാക്കാൻ വേണ്ടിയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്ഥലത്തോട്ട് പോയായിരുന്നു. ആ സ്ഥലത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടാങ്ക് ഉണ്ട്. അത് ഗ്യാസ് ടാങ്ക് ആണ്. അതിനകത്ത് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിയും. ദെൻ ഈ ഒരു ചെറിയ പരിപാടിയൊക്കെ കഴിഞ്ഞ് എന്തിന് എന്നുള്ളൊരു ചോദ്യം ബാക്കിയാക്കിക്കൊണ്ട് ഇപ്പോഴും സിറ്റിയിൽ നിൽക്കുന്ന ഒരു സംഭവം കാണിക്കാനാണ് ഇവരെ കൊണ്ടുപോയത്. അതിപ്പോൾ ഇങ്ങനെ ഒരു സാധാ സ്ഥലം പോലെയാണ് നിൽക്കുന്നത്, എന്നാലും എന്തിനായിരുന്നു എന്നൊരു ചോദ്യം ഇപ്പോഴും അവിടെ ഉണ്ട്. അത് വേറെ ഒന്നുമല്ല, ജസ്റ്റ് ഒരു കിണർ, ബട്ട് ഹൈ പ്രൊട്ടക്ഷനൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് ആ സംഭവം നിലനിൽക്കുന്നത്. അതെന്തിനാ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ഉണ്ട്. എന്തിനായിരിക്കും, എന്താ സംഭവം? ബട്ട് നമുക്ക് എന്ത് ഹൈ പ്രൊട്ടക്ഷൻ, നമ്മ പോയൊരു പിസ്സൊക്കെ ആക്കിയിട്ട് വന്നു. ദെൻ നമ്മുടെ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് അടുത്തായിട്ട് നമ്മൾ പോകുന്നത് പിക്സ് എടുക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തേക്കുന്ന ഒരു സ്ഥലത്തോട്ടാണ്. അങ്ങനെ പിക്ക് എടുക്കാൻ വേണ്ടി തന്നെ ആ ഒരു സ്ഥലത്ത് കുറേ നേരം ടൈം സ്പെൻഡ് ആയി. അതിനുശേഷം അറിയാണ്ട് കൈയൊന്ന് തട്ടി ഞാനാണെങ്കിൽ അറിയാണ്ട് വെള്ളത്തിലോട്ടൊന്നും എടുത്ത് ചാടിയായിരുന്നു. ഞാൻ ഏതോ ഒരു വലിയ സ്ഥലത്തോട്ട് പോകാമെന്ന് വെച്ചിട്ട് എൻ്റെ കൂടെ ഒരു 4-5 പേരും എടുത്ത് ചാടിയായിരുന്നു. അതൊക്കെ ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു. ലാസ്റ്റ് നമ്മൾ എന്തായാലും ചാടിയല്ലേന്ന് വെച്ചിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ടൊക്കെ പോകാമെന്ന് വെച്ചിട്ട് നൈസായിട്ട് ആ ഒരു വൈബിലൊക്കെയാണ് നമ്മളങ്ങനെ ആ ഒരു RP പോയത്. ആൻഡ് ഇവിടെ പിക്ക് എടുക്കാൻ വേണ്ടി മാത്രം നിർത്തിയൊന്നുമല്ല,
ഇവിടെ ഒരു ഹൈഡ് ആയിട്ടുള്ള ഒരു വേ ഉണ്ട്, അത് കാണിക്കാനും കൂടിയിട്ടാണ് ഇവിടോട്ട് വന്നത്. ഇങ്ങനെ ഒരു വഴി ഇവിടെ ഉണ്ടായിട്ടും കുറെ പേര് ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് മേളിൽ നിന്ന് എടുത്ത് ചാടുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചാടി കുറച്ച് പേര് ചത്തു. പിന്നെ EMS ഒക്കെ വന്നു. അങ്ങനെ EMS മരിച്ചു. EMSനെ പോകാൻ വേറെ EMS വന്നു. അങ്ങനെ കുറെ കാഴ്ചകൾ കണ്ട് ഹെലികോപ്റ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഒരു ഗെയിം ആണെന്ന് പോലും നമുക്കിങ്ങനെ തോന്നുന്നുണ്ടായിരുന്നില്ല. ആൻഡ് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തതും ആ ഒരു സ്ഥലത്താണ്. അതിനുശേഷം നമ്മൾ വേറെ ഒന്നും ചിന്തിക്കാനൊന്നുമില്ല, നേരെ LVയിലോട്ട് കയറി അങ്ങ് പോകാൻ തുടങ്ങി. FMFന്റെ HQയിലോട്ട് പോകുന്ന വഴിയുള്ള ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു സാധാ വില്ലേജ്. ബട്ട് ആ ഒരു വില്ലേജിന് സ്പെഷ്യാലിറ്റി ആയിട്ട് താഴെയായിട്ടൊരു ചെറിയ കേവ് ഉണ്ട്. അത് കുറെ പേർക്ക് അറിയത്തില്ല, എന്നാൽ ഈ ഒരു വീഡിയോ വഴി കുറച്ച് പേർക്ക് അറിയട്ടെ. അതിന് ഈ ഒരു സമയമായപ്പോഴേക്കും വണ്ടിയുടെ ഓണറിനെ കാണാനില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ ജോണിനെ വണ്ടി ഏൽപ്പിച്ച് നമ്മളൊക്കെ നടന്നു വരും. ജോണി ആണെങ്കിൽ ബസ് അപ്പുറത്തോട്ട് എത്തിച്ച് ഞങ്ങൾ ലാസ്റ്റ് ബസ്സിൽ കയറി തിരിച്ച് പോകാൻ നേരത്ത് ബസ് ഡിസ്പോണായി പോയി. ഇതിന്റെ തൊട്ടടുത്തായിട്ട് മറ്റേ ഏലിയൻ്റെ ഒരു സംഭവം ഉണ്ട്, അവിടെ ഞങ്ങൾ പോയായിരുന്നു. ബട്ട് അവിടെ വെച്ച് എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ സ്ഥിതിക്ക് വണ്ടി ഡീസ്പോൺ ആയിപ്പോയി. അങ്ങനെ ലാസ്റ്റ് ഞാനൊന്ന് ജസ്റ്റ് റിപ്പോർട്ട് ഇട്ട് സ്ട്രെല്ല വന്ന് ഞങ്ങൾക്ക് ഒരു ചെറിയ ബസ് ഫോൺ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ RPക്ക് ഒരു കുറവും വരലെന്ന് വെച്ചിട്ട്. ദെൻ കൂടുതൽ ഡിലേ ഒന്നും അടുപ്പിക്കാണ്ട് നമ്മൾ നേരെ SF ഷോർട്ട് കട്ട് പിടിച്ചു. അടുത്തതായിട്ട് എവിടെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് PD സൈഡ് നമുക്ക് പിക്ക് എടുക്കാൻ വേണ്ടിയിട്ടും അല്ലാണ്ട് ജസ്റ്റ് ഒന്ന് വൈബ് അടിക്കാൻ വേണ്ടിയിട്ടും പറ്റിയൊരു കിഡ്ലൻ സ്ഥലമുണ്ട്, അവിടോട്ടാണ്. ആൻഡ് ഇതാണ് ആ സ്ഥലം എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ കുറേ പിക്സ് ഒക്കെ എടുത്തു. പോരാത്തതിന് ഇതിൻ്റെ മേളിൽ നിന്ന് താഴോട്ട് വീണ് ചത്ത കുറേ പേരുണ്ട്. അവരെ പോക്കാനായിട്ട് EMSും വന്ന് ലാസ്റ്റ് ഒരു മരണവും കണ്ട് എന്നിട്ടൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് വിട പറഞ്ഞത്. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ പോയത് പൈരറ്റ് ജോബിനടുത്തുള്ള അണ്ടർ വാട്ടർ കേവിലോട്ടാണ്. പലരും അണ്ടർ വാട്ടർ കേവ് കാണാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഒന്നും പേടിക്കേണ്ട, എൻ്റെ വീഡിയോ വഴി ഞാൻ കാണിക്കാം. ഈ സംഭവമാണ് അണ്ടർ വാട്ടർ കേവ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് കുറെ വീണ് നമ്മൾ കുറെ ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് ഇവിടെ നിന്ന് എണീറ്റ് മേളിൽ കയറി ബസ്സിൽ കയറി പോയത്. ആൻഡ് വേറെ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലിയാട് പോകാണ്ട് എന്തൊരു ട്രിപ്പ് എന്നുള്ളൊരു ചോദ്യം അവിടെ വന്നായിരുന്നു. സോ ചില്ലിയാടുള്ള സൈക്കിൾ റൂട്ട് ആരും കണ്ടിട്ടില്ല എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച് നേരെ ചില്ലിയാടും പോയി. ആൻഡ് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഡെമോ കാണിക്കാനായിട്ട് ഈ ഒരു വഴി നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈക്കിൾ റൂട്ട് വന്ന് എൻഡ് ആവുന്ന ഈ ഒരു സ്ഥലത്താണ്. ആൻഡ് നമ്മൾ ഇവിടെ നിന്നും മേളിലോട്ട് പോയി ആ ഒരു സൈക്കിൾ റൂട്ട് എൻഡ് ആവുന്ന സ്ഥലത്തോട്ട് തന്നെ വന്നായിരുന്നു. എടാ ഇങ്ങനത്തെയൊക്കെ പ്ലേസ് ഉണ്ടെന്ന് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് അറിയായിരുന്നു. ആൻഡ് നമ്മൾ ഇതൊക്കെ കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും കുറേയൊക്കെ ഇമ്പ്രസ്ഡായി നമ്മുടെ പിള്ളേർ. ആൻഡ് ഇവിടെ നിന്ന് കുറേ നേരത്തേക്ക് നമ്മൾ പിക്കും കാര്യങ്ങളൊക്കെ എടുത്തു. ദെൻ ഇവിടെ നിന്ന് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള പ്ലേസിലോട്ടാണ് അടുത്തായിട്ട് പോയത്. ആൻഡ് നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ സ്ഥലത്തോട്ടാണ് ഇനി പോകുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു ചെറിയ വിഷമവും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു. എന്നാലും ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് നമ്മൾ നേരെ അങ്ങോട്ട് പോയി. പോകുന്ന വഴിക്ക് തന്നെ RP രീതിക്ക് തന്നെ ഒരാൾക്ക് മൂത്രമൊഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് എന്നാൽ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഇറങ്ങി സഹകരിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും വണ്ടി ഡീസ്പോൺ ആയിപ്പോയി. അതൊരു ബഗ്ഗാണ്. ലാസ്റ്റ് നമ്മളാണെങ്കിൽ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ട്രിപ്പ് നമ്മൾ എൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് നടന്നിട്ടാണെങ്കിലും ട്രിപ്പ് പോയാൽ ലാസ്റ്റ് സ്ഥലം കണ്ടിരിക്കുന്നതാണ് നടന്നുപോയി. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഏത് പ്ലേസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റുന്ന മരമാണ് ഇങ്ങനൊരു സ്ഥലത്ത്. ആൻഡ് നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും എല്ലാവരും മരത്തിനകത്ത് കയറി കുറച്ച് നേരം അവിടെയും ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ലാസ്റ്റ് എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രിപ്പിൽ അഡിക്റ്റായ ഞാനാണെങ്കിൽ ഫുഡ് പോലും ശ്രദ്ധിക്കാണ്ട് ഞാൻ അവിടെ ഇഞ്ചുറിയായി വീണു. ബട്ട് ആരും ശ്രദ്ധിക്കാണ്ട് പോയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ബിഗ് ബിയുടെ ശ്മശാനത്തിൻ്റെ അവിടെ വെച്ച് ഇതേപോലെ ഇഞ്ചുറി ആയിട്ട് വീണിട്ടാണ് ഈ ട്രിപ്പ് സ്റ്റാർട്ട് ആയത്. ആൻഡ് ഈ ഒരു ട്രിപ്പ് എൻ്റെ ആയതും ഞാൻ ഇഞ്ചുറി ആയി വീണിട്ട് തന്നെയാണ്. ഏതാ അല്ലേ?